തളർന്നു കിടക്കുന്ന മനസ്സുകളെ നീ പൊക്കിയെടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം കുറിച്ചു വെക്കാൻ പറ്റിയ ഓർമ്മക്കല്ലായി മാറാൻ വലിയ അനുഗ്രഹത്തിന്റെ അടയാളം നൽകണം പ്രാർത്ഥിക്കുന്നു. ഈ ദിവസം കർത്താവേ, നീ കൊടുത്ത അനുഗ്രഹത്താൽ മക്കൾ ഓർത്തിരിക്കുവാൻ വേണ്ടി അവർക്ക് സൗഖ്യമായി, സമാധാനമായി, അവർക്ക് സന്തോഷമായി കർത്താവേ നിന്റെ അടയാളവും സാന്നിധ്യം വ്യക്തമാക്കണമേ. ദൈവത്തിന്റെ കരുണയാൽ നീ പോകുന്ന ഇടങ്ങളിൽ നിന്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളിലും ഹൃദയത്തിലും കർത്താവിന്റെ ചൈതന്യവും സാന്നിധ്യവും സൗഖ്യവും വിടുതൽ അനുഭവിക്കാൻ ഇടയാക്കണം. അമ്മേ, പരിശുദ്ധമേ ദേവമാതാവേ, നടന്ന് 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 നീ കുരിശിന്റെ ചുവട് വരെ എത്തിയതുപോലെ, ആ കുരിശിനെ പോലെ അതിജീവിച്ചുകൊണ്ട് നീ നിന്റെ തിരുക്കുമാരനെ മടിയിലേറ്റിയതുപോലെ, അവന്റെ ശവക്കല്ലറ അനുദപിച്ചുകൊണ്ട് വീണ്ടും നീ പ്രാർത്ഥനയെ തുടർന്നതുപോലെ, പ്രത്യാശയുടെ നീ സ്വർഗാരോഹണത്തിൽ, നിന്റെ സ്വർഗാരോഹണത്തിൽ ഭൂലോകസ്വർഗരാജ്ഞയായി മുടിതിരിപ്പിക്കപ്പെട്ട നിന്റെ സുവിശേഷ ജീവിതത്തിന്റെ പാദങ്ങൾ പിൻപറ്റിക്കൊണ്ട് ഞങ്ങൾ സഞ്ചരിക്കുകയാണ് കർത്താവേ. ഞങ്ങളുടെ ഓരോ അനുഭവവും മരിയൻ അനുഭവമായി മാറാൻ ഞങ്ങളുടെ ഓരോ സാക്ഷ്യവും മരിയൻ സാക്ഷ്യമായി മാറട്ടെ. ദൈവത്തിന്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും നിങ്ങളുടെ സാമ്പത്തിക തകർച്ചകൾ, കുടുംബത്തിന്റെ സമാധാന തകർച്ചകൾ, ശരീരത്തിന്റെ ആരോഗ്യ തകർച്ചകൾ, ജീവിതത്തിന്റെ എല്ലാ വരുമാന തകർച്ചകളുടെ മേലെല്ലാം ദൈവം ഇടപെടട്ടെ. നിന്നെ കുലുക്കിയ, നിന്നെ സങ്കടപ്പെടുത്തിയ, നിന്റെ കുഴപ്പം കൊണ്ട് തന്നെ നിനക്ക് ചില ആപത്ത് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതെല്ലാം മുൻപും പുറകും നോക്കാതെ നിന്നെ നീയായി നോക്കി കർത്താവിന്റെ വിശുദ്ധമായ രക്തത്തെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്നെ വീണ്ടെടുക്കുവാൻ പരിശുദ്ധ ദേവമാതാവിന്റെ മാധ്യസ്ഥതയിൽ യേശുനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ.